ഹെബ്രായരുടെ ലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യമാ ശ്രദ്ധിക്കുന്നേ. ഹല്ലേലൂയ. ഹെബ്രായരുടെ ലേഖനം 8-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. But this is the new covenant I will make with the people of Israel on that day, says the Lord. I will put my laws in their minds and I will write them on them and they will be my people. ഹല്ലേലൂയ. ഹെബ്രായരുടെ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായി മാറും, അവരെനിക്ക് ജനമായി തീരും. ഓ ഹല്ലേലൂയ, കർത്താവിന് മഹത്വം എന്ന് പറഞ്ഞ് ഇതെന്നെ കുറിച്ചാ പറയുന്നതെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. ഇത് നമ്മളെ ഓരോരുത്തരെ കുറിച്ചാ ദൈവം പറയുന്നത്. തിരുവചനം പറയുന്നു, ഇത് ഒരു പുതിയ ഉടമ്പടി. എൻ്റെ സ്വർഗത്തിലെ ദൈവം, ഇത് ഒരു പുതിയ ഉടമ്പടി. എൻ്റെ സ്വർഗത്തിലെ ദൈവം മനുഷ്യരും ദൈവവുമായിട്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കി യേശു ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് ഒരു വസ്തു മേടിക്കുമ്പോൾ നമ്മൾ അതിനൊരു കോൺട്രാക്ട് എഴുതും അല്ലെ? ആ കോൺട്രാക്റ്റിലൂടെ ആ വസ്തു നമ്മളുടേത്. പക്ഷെ ഇതേ വചനം പറയുന്നു, യേശു കർത്താവിലൂടെ, സ്തോത്രം, യേശു കർത്താവിന്റെ രക്തത്തിലൂടെ, പുതിയ ഉടമ്പടിയിലൂടെ നമ്മൾ ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടു. നമ്മളെ ദൈവം സ്വന്തം എന്ന് പറയാൻ ഇടയായി. എന്നിട്ട് ഈ നിയമം, ദൈവത്തിന്റെ നിയമങ്ങള്, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, എങ്ങനെ നമ്മൾ ജീവിക്കണം, അതൊന്നും പുറത്തെവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാതെ നോക്കി പഠിച്ചിട്ട് അല്ല, നമ്മുടെ ഉള്ളില്, നമ്മുടെ ഹൃദയത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊരു പുതിയ രീതി തന്നെ. പഴയ രീതിയിൽ പറയും എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുതിയ ഉടമ്പടി പ്രകാരം, നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്ന പുതിയ ഉടമ്പടി പ്രകാരം നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. നമ്മളെ പുതിയതാക്കിയെടുത്ത് എല്ലാം നമുക്ക് നല്ലതാക്കി തരുന്ന ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. ഇവിടെ നല്ലതാക്കി തരുന്ന ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്ന നിയമങ്ങളെല്ലാം നമ്മളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ടൊരു ഉറപ്പ് നമുക്ക് തരുക, ഞാൻ അവരുടെ ദൈവവും അവരെന്റെ ജനവും. ഹല്ലേലൂയ. ഇന്ന് ദൈവം എന്ന് പറയാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. പലവരും ദൈവങ്ങളും ഒരേപോലെ, അത് ഏറ്റവും വലിയ നുണയാണ്. അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാ ദൈവങ്ങളും ഒരേപോലല്ല. ഒരേ ഒരു ട്രൂ ഗോഡേ ഉള്ളൂ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് ഹല്ലേലൂയ, യേശു കർത്താവ് മാത്രം. സ്തോത്രം. യേശു അല്ലാതെ വേറൊരു ദൈവമില്ല. എല്ലാ ദൈവങ്ങളും ഒന്നല്ലാതെ വേറൊരു ദൈവമില്ല. എല്ലാ ദൈവങ്ങളും ഒന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. വേറെ ആർക്കും ഒരു ദൈവത്തിനും മരിച്ചവനെ ഉയർപ്പിക്കാൻ പറ്റില്ല. ഒരു ദൈവം പോലും എനിക്കും നിങ്ങൾക്കും വേണ്ടി പകരക്കാരനായി മരിച്ചില്ല. ഹല്ലേലൂയ. നമ്മൾ ആരും മരിക്കല്ലെന്ന് പറഞ്ഞ് പാപം കഴുകി മാറ്റി നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റത്തുമില്ല, പറ്റിയിട്ടുമില്ല, ഇനി ഒരിക്കലും നടക്കത്തുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എന്നിട്ട് ശക്തിയോടെ വിളിച്ചു പറയാ, ഞാൻ അവരുടെ ദൈവവും അവരെന്റെ ജനവും. ഇന്ന് ആരുടെയോ ജനം എന്ന് പറയാൻ ഒരു ദൈവമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇവരെന്റെ പ്രിയ ജനമെന്ന്? എങ്ങും ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല ഇവരെന്റെ പ്രിയ ജനമെന്ന്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും നോക്കിയിട്ട് സ്വർഗം പറയുക, എന്റെ പ്രിയ ജനമായത്. ഹല്ലേലൂയ. ഒരു പ്രിയ ജനത്തിനെ വഴി നടത്താൻ ഒരു നടത്തിപ്പുകാരനുണ്ട്. നല്ല കർത്താവ് നമ്മളോട് പറയാ, ഞാൻ നിങ്ങളുടെ മുൻപേ പോയി, നിങ്ങൾ എൻ്റെ ശബ്ദം അറിയുന്നവര് എൻ്റെ പിന്നാലെ വരുമെന്ന്. ഹല്ലേലൂയ. യേശു കർത്താവായ നല്ല ഇടയൻ മുൻപേ പോയിട്ട് നമ്മളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഇത് നമ്മൾ നശിച്ചു പോകാതെ വണ്ണം സ്വർഗത്തിലെ ശബ്ദം കേട്ട് നമ്മൾ ആ ശബ്ദത്തിനനുസരിച്ച് നടക്കാൻ വേണ്ടി നല്ല പരിശുദ്ധാത്മാവിനെ നമ്മളുടെ അകത്തിട്ട് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹെബ്രായരുടെ ലേഖനം 8-ാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം പറയുന്നു, here is the main point, we have a high priest who sat down in the place of honor beside the throne of the majestic God in heaven. ആ വാക്യം ഒന്ന് വായിക്കാം. ഒന്നാം വാക്യം, 8-ന്റെ 1. നാം ഇതുവരെ പറഞ്ഞതിന്റെ സാരം എന്തെന്നാൽ,
സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇങ്ങനത്തെ ഒരു ചിത്രം വരണം. സ്വർഗത്തില് പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഒന്ന് വായിച്ച് മഹിമാസനത്തിന്റെ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത്. ഓ ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവായ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ആ വലിയ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം ഇരിക്കുന്ന ഇടം എന്ന് പറഞ്ഞ് വർണ്ണിക്കുന്ന വെളിപാട് പുസ്തകം 4-ാം അധ്യായം. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ, അതിന്റെ 4-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 2-3 വാക്യങ്ങള് ഒന്ന് വായിച്ച്. അവിടെ ദൈവം ഇരിക്കുന്ന ആ സിംഹാസനത്തിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് എന്ന് വായിക്കാം. ഉടനെ ഞാൻ ആത്മവിശേഷനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു. എന്നിട്ട് ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും and the glow of an emerald circled his throne like a rainbow. Oh hallelujah. എങ്ങനെയാ വർണ്ണിക്കുന്നേ അല്ലേ? യോഹന്നാൻ ആത്മാവിൽ വിമിഷ്ണനായി കാഴ്ച കാണുക, സ്വർഗത്തിലെ കാഴ്ച. എന്നിട്ട് സ്വർഗത്തിലെ കാണുന്ന കാഴ്ച പറയുക. ഹല്ലേലൂയ. അവിടെ I saw a throne in heaven and someone sitting on it. സ്വർഗത്തിൽ ഞാനൊരു സിംഹാസനം കണ്ടു, അവിടെ ഒരുവൻ ഇരിക്കുന്നു. എന്നിട്ട് പറയാ, ഇരിക്കുന്നവനെ കുറിച്ച് പറയാ, the one sitting on the throne was as brilliant as gemstones, like jasper and carnelian. Hallelujah. ഈ മർദ്ദകം ഒക്കെ കൊണ്ട് തിളങ്ങുന്ന ഒരുവനെ ഞാൻ കണ്ടു. കണ്ടാൽ എനിക്ക് കണ്ണ് നോക്കാൻ പറ്റത്തില്ല, അങ്ങനെ തിളങ്ങി വർണ്ണത്തോടെ നിൽക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. ഇരിക്കുന്ന ഒരുവൻ. എന്നിട്ട് പറയാ, and the glow of an emerald circled his throne like a rainbow. എന്നിട്ട് ചുറ്റിനും 24-ാം വാക്യം, 24 മൂപ്പന്മാര് കിരീടമൊക്കെ അണിഞ്ഞവര് ഹല്ലേലൂയ ദൈവസിംഹാസനത്തിന്റെ മുമ്പില് അവര് ഓരോ തവണയും അവരുടെ കിരീടം എടുത്ത് താഴെ വെച്ചിട്ട് അവര് ആ ത്രോണിലിരിക്കുന്ന ആ സിംഹാസനത്തിലിരിക്കുന്നവനെ വർണ്ണിക്കുക. എന്നിട്ട് 5-ാം വാക്യം, ഫ്രം ദ ത്രോൺ മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. എന്നിട്ട് ദൈവത്തിന്റെ ഈ സിംഹാസനത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്തോ ഒരു പ്രകാശത്തോടെയാ സ്വർഗസിംഹാസനത്തിന്റെ ചുറ്റിനും ഇരിക്കുന്നത്. എന്നിട്ട് ഇത് സെവൻഫോൾഡ് സ്പിരിറ്റ്. 6-ാം വാക്യം, സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. 6-ാം വാക്യം, സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പിലും പിമ്പിലും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ആമേൻ. എന്തൊക്കെ കാര്യങ്ങളാ ആ സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ ചുറ്റിന്. തീർച്ചയായിട്ടും യോഹന്നാൻ ഭയമില്ല. നമ്മൾ പോലും നമ്മുടെ ആത്മകണ്ണിൽ ഈ കാഴ്ച നമ്മളൊന്ന് കാണുമ്പോൾ എന്തുവല്ലേ സ്വർഗത്തിന്റെ ആ ഒരു തേജസ്. ആ തേജസ് തന്നെ നമ്മളെ ഭയപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മൾ അതിശയിച്ചു പോവും, നമ്മൾ അമ്പരന്ന് പോവും. എൻ്റെ ദൈവം സ്വർഗസിംഹാസനത്തിൽ വാഴുന്നവൻ അതിശയമുള്ളവൻ. ദൈവം സ്വർഗസിംഹാസനത്തിൽ വാഴുന്നവൻ അതിശയമുള്ളവൻ. എന്നിട്ട് കർത്താവിന്റെ വചനം പറയുക, ഹല്ലേലൂയ, എൻ്റെ യേശു കർത്താവ് ഈ സ്വർഗസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ഹെബ്രായർ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. എന്നിട്ട് അതിന്റെ 2-ാം വാക്യമാ, ദിനം തോറും അവിടുന്ന് മിനിസ്റ്റർ ചെയ്യുക. 2-ാം വാക്യം, ഹെബ്രായർ 8:2. വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആമേൻ. നമുക്കൊരു മഹാപുരോഹിതൻ ആ സ്വർഗീയ സ്ഥലങ്ങളിലുണ്ട്.
ഇന്ന് വിളിച്ചീയ സ്ഥലങ്ങളിലുണ്ട്. സ്തോത്രം. ആ സ്വർഗത്തിലെ കാഴ്ച നമ്മൾ കണ്ടു. ആ സ്വർഗത്തിൽ ചെന്നിട്ട് യേശുക്ക് ആ ഭയവും തോന്നുന്നേ, പരിഭ്രമം തോന്നുന്നേ, ആ വർണ്ണിക്കാൻ പറ്റാത്ത വണ്ണം സൗന്ദര്യമേറിയ ആ സ്വർഗീയ സ്ഥലങ്ങളില് ഹല്ലേലൂയ നമുക്ക് വേണ്ടി മധ്യസ്ഥം ഹല്ലേലൂയ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. നമ്മൾ നശിച്ചു പോകത്തില്ല, നമ്മൾ തീർന്നു പോകത്തില്ല. എന്തുകൊണ്ടെന്നാൽ വചനം പറയുന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് സ്വർഗത്തിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ വർണ്ണിക്കാൻ പറ്റാത്ത ആ വെളിച്ചത്തിന്റെ നടുവിൽ ചെന്നിട്ട് യേശു കർത്താവ് പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. വചനം പറയുന്നു, എനിക്കൊരു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. വചനം പറയുന്നു, എനിക്കൊരു മഹാപുരോഹിതനുണ്ട് സ്വർഗത്തില്, എനിക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു, for there is only one God. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അതിന്റെ 6-ാം വാക്യം, he gave his life. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുയേശു തന്നെ. ഇന്ന് എനിക്കും നിങ്ങൾക്കും പകരമായിട്ട് ഒരു പൂജകർമാദികളുമില്ല. എനിക്കും നിങ്ങൾക്കും പകരമായി ഒരു സ്തോത്ര വഴിപാടുകളില്ല. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും പകരമായി ഇച്ചിരി പണം കൊടുത്ത് എന്തേലും ഒരു കാര്യം നേടിയെടുത്ത് എനിക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. യേശുവല്ലാതെ വേറെ ഒന്നും ഇല്ല. യേശുവല്ലാതെ വേറൊരു മാർഗവുമില്ല. സ്തോത്രം. ഈ യേശുവിന്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ തിരുവചനം പറയുന്നു, സ്വർഗത്തിലിരിക്കുന്ന ആ വർണ്ണിക്കാൻ പറ്റാതെ വണ്ണം അടുത്തുകൂടാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സ്വർഗീയ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നിട്ട് ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും വേണ്ടി 24 മണിക്കൂറും 365 ദിവസവും പിതാവായ ദൈവത്തിന്റെ കാതുകളില് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. വചനം പറയുന്നു, ഹെബ്രായരുടെ ലേഖനം 8-ാം അധ്യായത്തിനകത്ത് അതിന്റെ 3-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഹെബ്രായർ 8:3, and since every high priest is required to offer gifts and sacrifices, our high priest must make an offering too. വഴിപാടും യാഗവും അർപ്പിക്കാൻ നിയമിക്കപ്പെടുന്നു. ആമേൻ. അർപ്പിക്കാനായിട്ട് ഈ മഹാപുരോഹിതന് വല്ലതും വേണം. ഇന്ന് മഹാപുരോഹിതനായ യേശു കർത്താവ് യാഗമായി കൊടുത്തത് തന്റെ എല്ലാ മഹാപുരോഹിതൻ. ഇന്ന് ഭൂമിയില് പല പാരമ്പര്യ സഭകളിലും പോകുന്നവർക്ക് കണ്ടാൽ അറിയാം, പുരോഹിതൻ പറയും, ഇത് യേശുവിന്റെ ശരീരം, ഇത് പകരമായി കൊടുക്കുന്നു. യേശു ഒന്ന് മരിച്ചതാ, ഇനി എന്നും യേശുവിനെ കൊന്നോണ്ടിരിക്കേണ്ട, പകരമായി കൊടുത്തോണ്ടിരിക്കേണ്ട. യേശു ഒരിക്കൽ മാത്രം മരിച്ചു. ഹല്ലേലൂയ. പകരമായി കൊടുത്തോണ്ടിരിക്കേണ്ട. യേശു ഒരിക്കൽ മാത്രം മരിച്ചു. ഹല്ലേലൂയ. മഹാപുരോഹിതൻ ഇങ്ങനെ പാരമ്പര്യ സഭകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. സ്തോത്രമില്ല. യേശു കർത്താവ് ഒരിക്കൽ തന്റെ ശരീരം നമുക്ക് വേണ്ടി ഹല്ലേലൂയ വിട്ടുകൊടുത്തു. അടിയും ഇടിയും ഒക്കെ ഏറ്റത്തിലും ഹല്ലേലൂയ പരമയാഗമായി തീർന്നു. അപ്പോൾ ഒരു മഹാപുരോഹിതൻ എന്തെങ്കിലും ഒരു യാഗവസ്തുവിനെ യാഗമർപ്പിക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലും യാഗം കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമുക്കൊരു നല്ല മഹാപുരോഹിതനുണ്ട്. തന്റെ ശരീരം എന്നേക്കുമായി താൻ വിട്ടുകൊടുത്തു. ഒരു യാഗവസ്തുവായിട്ട് താൻ തന്നെ ഒരു യാഗവസ്തുവായി തീർന്നു. താൻ ഒരു ബലി മൃഗമായി തീർന്നു. താൻ പകരക്കാരനായി തീർന്നു. എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി തീർന്നു. എന്റെയും നിങ്ങളുടെയും പാപവും ശാപവും രോഗവും മരണവും ആ ശരീരത്തിൽ വഹിച്ചോണ്ട് താൻ യാഗമായി തീർന്നിട്ട് ഹല്ലേലൂയ ഒരു ബലിമൃഗത്തിനെ പോലെ നിന്നിട്ട് യേശു യാഗമായി തീർന്നിട്ട്
തീർന്ന് മരിച്ചു, എനിക്കും നിങ്ങൾക്കും പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട് ഇനി നിങ്ങളും ഞാനും മരിക്കണ്ട, നിങ്ങളും ഞാനും ശാപം അനുഭവിക്കണ്ട, നിങ്ങളും ഞാനും വിധിക്ക് കീഴ്പ്പെടണ്ട. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ഹല്ലേലൂയ ഇനി ഒരു നരകവും ഒരു രോഗവും ഒരു പീഡനവും അനുഭവിക്കണ്ട. ഈ എനിക്ക് വേണ്ടി പരമവും അനുഭവിക്കണ്ട. ഈ എനിക്ക് വേണ്ടി പരമയാഗമായ യേശുവിൽ വിശ്വസിച്ചാൽ മതി. വചനം പറയുന്നു, പിതാവിന്റെ വലത്ത് ഭാഗത്തായി മഹാപുരോഹിതനായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആരും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിനോട് എനിക്കും നിങ്ങൾക്കും വേണ്ടി 24 മണിക്കൂറും 365 ദിവസവും മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, എനിക്ക് സ്വർഗത്തിൽ ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു കർത്താവായ ദൈവം എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ഇനിയും ഭയക്കണ്ട, എൻ്റെ ഭാവി എന്തോ ആയി തീരുവെന്ന് ഞാൻ ഭയക്കണ്ട. വചനം പറയുന്നു, 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം, ഐ ടു പർച്ചേസ് ഫ്രീഡം ഫോർ എവ്രി വൺ. താൻ തൻ്റെ ജീവൻ നൽകി നമ്മൾ ഓരോരുത്തരും സ്വാതന്ത്ര്യമായി ജീവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞേ, യേശു ഉള്ളത് കൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇനിയും ഭയത്തിന് കീഴ്പ്പെടണ്ട, ലജ്ജയ്ക്ക് ഞാൻ കീഴ്പ്പെടണ്ട, രോഗത്തിന് ഞാൻ കീഴ്പ്പെടണ്ട, രോഗത്തിന് ഞാൻ കീഴ്പ്പെടണ്ട. ഇന്ന് വിളിച്ചു പറഞ്ഞേ, എനിക്ക് ഭാവിയെ കുറിച്ച് ഭയമില്ല. ഹല്ലേലൂയ. എനിക്ക് നാളെ എന്തോ ആകുമെന്ന് ഭയമില്ല. എൻ്റെ ഭാവി കർത്താവിൽ സുരക്ഷിതമാ. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ഈ പുതിയ ഉടമ്പടി, ഈ പുതിയ ഉടമ്പടിയുടെ രക്തം എനിക്കും നിങ്ങൾക്കും നല്ലത് കൈവശമാക്കി തരുന്നു. ഹല്ലേലൂയ. ഏറ്റവും മേന്മയേറിയതും ഏറ്റവും ഘനമേറിയതും നമുക്ക് കൈവശമാക്കി തരുന്നു. ഇങ്ങനെ വേറെ എവിടെ ഒരു ദൈവമുണ്ട്? ഇന്ന് ആരെങ്കിലും പറയുക, എല്ലാ ദൈവങ്ങളും ഒരേപോലെയാണ് എന്ന് പറഞ്ഞ്, എല്ലാ ദൈവങ്ങളും ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ അവരോട് പറയണം, അല്ല, ഒരു ദൈവം പോലും എനിക്ക് വേണ്ടി മരിച്ചില്ല യേശുവല്ലാതെ. ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ കൊടുത്ത് എന്നെ വീണ്ടെടുത്തതാ. വേറെ ഒരു ദൈവങ്ങളും ഇങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് പകരക്കാരനായി. ഹല്ലേലൂയ. 24 മണിക്കൂറും 365 ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. ഞാൻ നല്ലതാകാൻ, ഞാൻ വിശുദ്ധമാകാൻ, ഞാൻ ജയാളിയാകാൻ, ഹല്ലേലൂയ, ഞാനൊരു തോൽവി അല്ലാതെ, ഹല്ലേലൂയ, ഒരു പരാജയമല്ലാതെ ഞാൻ ജയത്തോടെ ജീവിക്കാൻ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു കർത്താവുണ്ട്. പകരം ഞാൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പകരം നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ,
സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, മാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം ഏൽക്കും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ഹല്ലേലൂയ. എനിക്ക് പകരക്കാരനായ ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മഹാപുരോഹിതനായ യേശുവുണ്ട്. എനിക്ക് വേണ്ടി അടുത്തുകൂടാൻ പറ്റാത്ത ആ വെളിച്ചത്തിലിരുന്ന് എപ്പോഴും പിതാവിന്റെ കാതുകൾക്കകത്ത് ഒരു യേശു കർത്താവ് എനിക്ക് വേണ്ടി, ഈ രജനിക്ക് വേണ്ടി ഇന്ന് പറയണം, ഇന്ന് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം, ഇന്ന് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ കൂട്ടായ്മകൾക്ക് വേണ്ടി, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി ഇടപെടാതെ എന്നെ ഓർത്ത് മധ്യസ്ഥം വഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഈ നല്ല യേശു അല്ലാതെ, ഹല്ലേലൂയ, ഈ നല്ല യേശു അല്ലാതെ ഒരു ദൈവമില്ല. ഹല്ലേലൂയ. ഇന്ന് ഭയപ്പെടേണ്ട, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ഇന്ന് ഞാൻ ഭയപ്പെടേണ്ട, എൻ്റെ ഭാവി എന്തുവായി തീരുമെന്ന് ഞാൻ ഭാരപ്പെടേണ്ട. ക്രൂശ് വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഒരു നല്ല കർത്താവുണ്ട്, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പകരക്കാരനായ ഒരുവനുണ്ട്. ഇനിയും ആ രോഗവും ശിക്ഷയും ഭാരവും പ്രയാസവും ഒന്നും ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കണ്ട. എനിക്ക് വേണ്ടി യേശുവുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ബലപ്പെടുത്തിട്ട് സഹായിക്കട്ടെ.